നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജെസ്സി. പ്രധാന വാർത്തകൾ. വയനാടിനോടുള്ള കേന്ദ്ര സർക്കാർ വഞ്ചനയിൽ പ്രതിഷേധിച്ച് ആലപ്പുഴ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ധർണ ഉദ്ഘാടനം ചെയ്തു. കൺസ്ട്രക്ഷൻ ആൻഡ് ജനറൽ മസ്ദൂർ സംഘ് BMSന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കേരള ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ 38ാമത് സംസ്ഥാന സമ്മേളനം നടന്നു. മുൻ കൃഷി വകുപ്പ് മന്ത്രി മുല്ലക്കര രത്നാകരൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സംസ്കാരം സ്നേഹത്തിന്റെ അടയാളപ്പെടുത്തലും ജീവിത മുന്നേറ്റത്തിനുള്ള പ്രേരണയുമാകണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സ്വാഗത സംഘം ചെയർമാൻ TJ ആഞ്ചലോസ് ചടങ്ങിൽ അധ്യക്ഷനായി. ലെൻസ്ഫെഡിന്റെ 14ാമത് ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ നവംബർ 23-ന് കുട്ടനാട് മങ്കൊമ്പ് കൃഷ്ണപിള്ള സാംസ്കാരിക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കുറുവ സംഘത്തിലെ പ്രധാനി സന്തോഷ് സെൽവത്തെ സാഹസികമായി പിടികൂടി നാടിന്റെ ഭീതി അകറ്റിയ പോലീസ് സംഘത്തിന് മണ്ണഞ്ചേരിയുടെ ഹൃദയാഭിവാദ്യം. PP ചിത്തരഞ്ജൻ MLAയുടെ നേതൃത്വത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അഭിനന്ദനം അർപ്പിച്ചത്. പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ 38 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച മൂടാമ്പാടി ക്ഷേത്രം റോഡിന്റെയും 42 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന ചേതന ലാബ് ബ്ലാക്കുടി ലൈൻ റോഡിന്റെയും നിർമ്മാണ ഉദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. വയനാടിനോടുള്ള കേന്ദ്ര സർക്കാർ വഞ്ചനയിൽ പ്രതിഷേധിച്ച് ആലപ്പുഴ BSNL ഓഫീസിലേക്ക് CPI മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ധർണ ഉദ്ഘാടനം ചെയ്തു. വയനാടിനോടുള്ള കേന്ദ്ര സർക്കാർ വഞ്ചനയിൽ പ്രതിഷേധിച്ച് CPI മാർച്ച് സംഘടിപ്പിച്ചു. വയനാട് ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരോടും കേരളത്തോടും കേന്ദ്ര സർക്കാർ കാണിക്കുന്ന വഞ്ചനയ്ക്കെതിരെ ആലപ്പുഴ BSNL ഓഫീസിലേക്ക് CPIയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വയനാട് ദുരന്തം ദേശീയ പരിഗണന അർഹിക്കുന്നതല്ലെന്ന് കേന്ദ്ര സർക്കാരിന്റെ വാദത്തിൽ പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. ആലപ്പുഴ BSNL ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ചൂരൽമല ഉണ്ടാക്കിയ പ്രദേശത്ത് അത്തരത്തിൽ യാതൊന്നുമില്ല. പൂർണ്ണമായും ഉരുൾപൊട്ടലെന്ന് പറഞ്ഞാൽ വലിയ മലകൾ തകർന്ന് ആ വലിയ പാറക്കൂട്ടങ്ങൾ വൻമരങ്ങൾ അതിന് പുറത്ത് പതിച്ച് അതെല്ലാം ചേർന്ന് വീടുകളുടെ പുറത്ത് പതിച്ച് അതാകെ മനുഷ്യരുടെ പുറത്ത് പതിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ദൃശ്യം അതാണ്. ചിലയിടങ്ങളിൽ നിന്ന് ഒരു കൈമാത്രം കിട്ടി, ചിലയിടങ്ങളിൽ നിന്ന് വിരല് കിട്ടി, അതിന് നമ്പർ രേഖപ്പെടുത്തി അവിടെ ശവസംസ്കാരം നടത്തി. അത്തരമൊരു അനുഭവം നമ്മുടെ രാജ്യത്തില്ല. ഇവിടെ പറഞ്ഞു 400-ലധികം പേരുടെ മരണം, 100-150-ലധികം പേരെ ഇപ്പോഴും ഈ പറയുന്ന മൃതശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടെത്താൻ കഴിയാത്തവർ. അതെല്ലാം മണ്ണിനടിയിലാണ്, ഒരുപാട് താഴെയാണ്. പാർട്ടി ദേശീയ കൗൺസിൽ അംഗം ജിസ്മോൻ അധ്യക്ഷനായ പരിപാടിയിൽ അസിസ്റ്റന്റ് സെക്രട്ടറി PV സത്യനേശൻ സ്വാഗതം പറഞ്ഞു. G. കൃഷ്ണപ്രസാദ്, അഡ്വക്കേറ്റ് V. മോഹൻദാസ്, അനിൽകുമാർ, DP മധു, സനൂപ് കുഞ്ഞുമോൻ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. കൺസ്ട്രക്ഷൻ ആൻഡ് ജനറൽ മസ്ദൂർ സംഘ് BMSന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കൺസ്ട്രക്ഷൻ ആൻഡ് ജനറൽ മസ്ദൂർ സംഘ് BMSന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. നിർമ്മാണ തൊഴിലാളികളുടെ 15 മാസത്തെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുക, 2 വർഷമായി മുടങ്ങിക്കിടന്ന ക്ഷേമനിധി ആനുകൂല്യങ്ങൾ അടിയന്തരമായി വിതരണം ചെയ്യുക, പിണറായി സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ആലപ്പുഴ ജില്ലാ ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ഉപരോധം നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ഖജാൻജി KJN ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും സംരക്ഷിക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വരികയും കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ സമസ്ത തൊഴിൽ മേഖലകളെയും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് കിരാത നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നിരവധി സമര പോരാട്ടങ്ങളിലൂടെ നിരവധി ത്യാഗതരപരമായിട്ടുള്ള ബലിദാനങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒന്നൊന്നായി ഇല്ലാതാക്കിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ തൊഴിലാളി സർക്കാർ എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ കേരളത്തിലെ തൊഴിലാളി സമൂഹത്തിന്റെ അവകാശങ്ങളെ ഇല്ലാതാക്കുന്ന സമീപനമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്
കേരളത്തിലെ 19,05,006 കൺസ്ട്രക്ഷൻ ആൻഡ് ജനറൽ മസ്ദൂർ സംഘ് BMS ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്ഷേമനിധി ഓഫീസ് ഉപരോധം സംഘടിപ്പിച്ചത്. കേരള ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ 38ാമത് സംസ്ഥാന സമ്മേളനം നടന്നു. മുൻ കൃഷി വകുപ്പ് മന്ത്രി മുല്ലക്കര രത്നാകരൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സംസ്കാരം സ്നേഹത്തിന്റെ അടയാളപ്പെടുത്തലും ജീവിത മുന്നേറ്റത്തിനുള്ള പ്രേരണയുമാകണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സ്വാഗത സംഘം ചെയർമാൻ TJ ആഞ്ചലോസ് ചടങ്ങിൽ അധ്യക്ഷനായി. ആധുനിക കേരളത്തിന്റെ രൂപീകരണത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ കാലത്ത് അധികാരമില്ലാത്തവർക്ക് അത് പകർന്നു നൽകാൻ സ്നേഹത്തോടെയുള്ള ഇടപെടലായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനമെന്നും ഇന്ന് രാഷ്ട്രീയ അധികാരം പേറുന്നവർ നടത്തുന്ന തെറ്റായ ഇടപെടലിന്റെ പേരിൽ ആത്മഹത്യകൾ പോലും ഉണ്ടാകുന്നത് കേരളത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ പൈതൃകത്തിന് യോജിച്ചതല്ലെന്നും മുൻ കൃഷി വകുപ്പ് മന്ത്രി മുല്ലക്കര രത്നാകരൻ അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയ സംസ്കാരം സ്നേഹത്തിന്റെ അടയാളപ്പെടുത്തലും ജീവിത മുന്നേറ്റത്തിനുള്ള പ്രേരണയുമാകണമെന്ന് ആലപ്പുഴയിൽ ചേർന്ന കേരള ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷന്റെ 38ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാഗത സംഘം ചെയർമാൻ TJ ആഞ്ചലോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കവി കുരീപ്പുഴ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. TP മധു, PS സന്തോഷ് കുമാർ, A ഗ്രേഷ്യസ്, G സജീവ് കുമാർ, G ജയൻ, A മായാദേവി, B വാൾട്ടർ, P റീജ, K ശുഭ, V വിനയ് എന്നിവർ സംസാരിച്ചു. സാംസ്കാരിക സമ്മേളനത്തിന് മുന്നോടിയായി നഗരത്തിൽ നൂറുകണക്കിന് മൃഗസംരക്ഷണ വകുപ്പ് ജീവനക്കാർ അണിനിരന്ന വിളംബര ജാഥയും നടത്തിയിരുന്നു. ലെൻസ്ഫെഡിന്റെ 14ാമത് ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ നവംബർ 23-ന് കുട്ടനാട് മങ്കൊമ്പ് കൃഷ്ണപിള്ള സാംസ്കാരിക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ലെൻസ്ഫെഡിന്റെ 14ാമത് ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ നവംബർ 23-ന് കുട്ടനാട് മങ്കൊമ്പ് കൃഷ്ണപിള്ള സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലെൻസ്ഫെഡിന്റെ 14ാമത് ജില്ലാ കൺവെൻഷൻ 23-ാം തീയതി കുട്ടനാട് മങ്കൊമ്പിലുള്ള കൃഷ്ണപിള്ള സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. നിർമ്മാണ മേഖല വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഈ കൺവെൻഷൻ എന്നത്. കൺവെൻഷൻ്റെ വലിയ ഒരു പ്രത്യേകതയായിട്ടാണ് സംഘടന കാണുന്നത്. ഒപ്പം ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധിയായ ലൈസൻസുകളെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ആർക്കിടെക്റ്റ് ബില്ലടക്കം നടപ്പിലാക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ കൺവെൻഷൻ നടക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രസക്തമായ കാര്യം. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ആർക്കിടെക്റ്റ് ബില്ല് കൊണ്ടുവരുമ്പോൾ ലെൻസ്ഫെഡ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് KR പ്രദീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കുട്ടനാട് MLA തോമസ് K. തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി, ആലപ്പുഴ ജില്ലാ ജോയിന്റ് ഡയറക്ടർ V. പ്രദീപ് കുമാർ, ലെൻസ്ഫെഡ് സംസ്ഥാന സെക്രട്ടറി ജിതിൻ സുധാകൃഷ്ണൻ, ജോൺ ലൂയിസ്, ജോയിന്റ് സെക്രട്ടറി R. ജയകുമാർ എന്നിവർ മുഖ്യാതിഥികളാകും. ജില്ലാ സെക്രട്ടറി അനിൽ MR സ്വാഗതവും ജില്ലാ ട്രഷറർ R. പ്രദീപ് നന്ദിയും പറയും. കെട്ടിട നിർമ്മാണ മേഖലയിൽ ലൈസൻസികൾ അഭിമുഖീകരിക്കുന്ന സമകാലീന വിഷയങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളും കൺവെൻഷൻ ചർച്ച ചെയ്യും. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആർക്കിടെക്റ്റ് ബിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ലൈസൻസുകളെയും തൊഴിൽ രഹിതരാക്കുന്ന നിലയിലേക്ക് മാറുമെന്നുള്ളതുകൊണ്ട് ആർക്കിടെക്റ്റ് ബിൽ പിൻവലിക്കണമെന്നും കേരളത്തിൽ നിലനിൽക്കുന്ന ലൈസൻസിംഗ് സമ്പ്രദായം തന്നെ തുടർന്നു കൊണ്ടുപോകുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെടും. ജില്ലാ പ്രസിഡന്റ് KR പ്രദീപ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി R. ജയകുമാർ, ജില്ലാ സെക്രട്ടറി അനിൽ MR, ജോൺ വർഗീസ്, VC ജോർജ്, A. ഫൈസൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കുറുവ സംഘത്തിലെ പ്രധാനി സന്തോഷ് സെൽവത്തെ സാഹസികമായി പിടികൂടി നാടിന്റെ ഭീതി അകറ്റിയ പോലീസ് സംഘത്തിന് മണ്ണഞ്ചേരിയുടെ ഹൃദയാഭിവാദ്യം. PP ചിത്തരഞ്ജൻ MLAയുടെ നേതൃത്വത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അഭിനന്ദനം അർപ്പിച്ചത്. കുറുവ സംഘത്തിലെ പ്രധാനി സന്തോഷ് സെൽവത്തെ സാഹസികമായി പിടികൂടി നാടിന്റെ ഭീതി അകറ്റിയ പോലീസ് സംഘത്തിന് മണ്ണഞ്ചേരിയുടെ ഹൃദയാഭിവാദ്യം. PP ചിത്തരഞ്ജൻ MLA മുൻകൈയെടുത്താണ് പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ചത്. സേനയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഏത് ദുരന്തമുണ്ടായാലും ആ ദുരന്ത മുഖത്ത് സജീവമായി കേരള പോലീസ് ഉണ്ടെന്നാണ്. അത് പ്രളയത്തിന്റെ കാലത്തായാലും അത് കോവിഡിന്റെ കാലത്തായാലും ഏതൊരു പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയുടെ സന്ദർഭത്തിലെല്ലാം താങ്ങും തണലുമായി. ആലപ്പുഴയിലെത്തിയ കുറുവ സംഘത്തിലെ പ്രധാനിയെ അതിവേഗം പിടികൂടിയത് ആലപ്പുഴ DYSP MR മധു ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ആസൂത്രണം ഏകോപിപ്പിച്ചു.
അനുമോദന ചടങ്ങിൽ ജനപ്രതിനിധികളും കുടുംബശ്രീ CDS പ്രവർത്തകരടക്കം പങ്കെടുത്തു. ഇത്തരത്തിലുള്ള അഭിനന്ദന ചടങ്ങ് പുതിയ അനുഭവമാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു. DYSP MR മധുബാബു, മണ്ണഞ്ചേരി സ്റ്റേഷൻ ഇൻസ്പെക്ടർ PJ ടോൾസൺ, SI KR ബിജു, ഗ്രേഡ് SIമാരായ TD നെവിൻ, R മോഹൻകുമാർ, A സുധീർ, R രാജേഷ്, ഗ്രേഡ് ASI U ഉല്ലാസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ PB ജഗദീഷ്, KS ഷൈജു, S അനന്തകൃഷ്ണൻ, സിദ്ദിഖുൽ അക്ബർ, വിപിൻ ദാസ്, CPOമാരായ R ശ്യാം, G ഗോപകുമാർ എന്നിവരെയാണ് ചടങ്ങിൽ PP ചിത്തരഞ്ജൻ MLA പൊന്നാട അണിയിച്ച് ആദരിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA ജുമൈലത്ത്, സ്ഥിരം സമിതി അധ്യക്ഷൻ MS സന്തോഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ 38 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച മൂടാമ്പാടി ക്ഷേത്ര റോഡിന്റെയും 42 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന ചേതന ലാബ് ബ്ലാക്കുടി ലൈൻ റോഡിന്റെയും നിർമ്മാണോദ്ഘാടനം H സലാം MLA നിർവഹിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ 38 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച മൂടാമ്പാടി ക്ഷേത്രം റോഡിന്റെയും 42 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന ചേതന ലാബ് ബ്ലാക്കുടി ലൈൻ റോഡിന്റെയും നിർമ്മാണ ഉദ്ഘാടനം H സലാം MLA നിർവഹിച്ചു. ഭാഗമായും അതുപോലെ തൊഴിലുറപ്പിന്റെ ഭാഗമായും എല്ലാം കുറെ അധികം പ്രവൃത്തികൾ നമ്മുടെ പ്രദേശഭരണ സ്ഥാപനങ്ങൾ നിർവഹിച്ചു പോരുന്നുണ്ട്. അതിന് പുറമേക്ക് ഗവൺമെന്റ് നേരിട്ട് ഏറ്റെടുത്തുകൊണ്ടാണ് ഈ റോഡുകളുടെ നിർമ്മാണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 റോഡ് ഉൾപ്പെടെയുള്ള റോഡുകൾ 25 കോടി രൂപ മുടക്കിയിട്ടാണ് ഏതാണ്ട് 32 റോഡുകൾ, 21 പ്രധാന റോഡുകളും അതിന്റെ ബ്രാഞ്ച് റോഡുകളായി വരുന്ന റോഡ് കൂടി ചേർത്താൽ 32 റോഡുകൾ. അത്രയും റോഡിന്റെ നിർമ്മാണമാണ് 25 കോടി രൂപ മുടക്കിയിട്ട് നമ്മുടെ 5 പഞ്ചായത്തിലായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റോഡ്. ഇതേ സമയം തന്നെ ആലപ്പുഴ നഗരത്തിൽ 10 കോടി രൂപ മുടക്കി 14 നഗര റോഡുകളും ഇതിന്റെ ഭാഗം ഇപ്പോൾ തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചു. അപ്പോൾ ഇവിടെയും അവിടെയുമായൊരു ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണത്തിന് 25 കോടി രൂപ അനുവദിച്ചതിൽ പ്രധാന റോഡുകളും ലിങ്ക് റോഡുകളും ഉൾപ്പെടെ 32 റോഡുകളുടെ നിർമ്മാണത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചത്. ഇതിൽ 165 മീറ്റർ നീളത്തിലും 6 മുതൽ 15 മീറ്റർ വരെ വീതിയിലും ഇന്റർലോക്ക് നിരത്തിയാണ് മൂടാമ്പാടി ക്ഷേത്രം റോഡ് പൂർത്തീകരിച്ചത്. 42 ലക്ഷം രൂപ ചെലവിൽ 310 മീറ്റർ നീളത്തിലും 3.5 മീറ്റർ വീതിയിലുമാണ് ചേതന ലാബ് പ്ലാക്കുടി ലൈൻ റോഡ് പൂർത്തിയാക്കുന്നത്. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ ചടങ്ങിൽ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീജ രതീഷ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ K സിയാദ്, അംഗം നിഷ മനോജ്, പ്ലാക്കുടി ലൈൻ മൂടാമ്പാടി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ അഡ്വക്കേറ്റ് കരുമാടി ശശി, ഹരിദാസ് എന്നിവർ സംസാരിച്ചു. പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ S ബിനിമോൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് അംഗം K മനോജ് കുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാടിനോടുള്ള കേന്ദ്ര സർക്കാർ വഞ്ചനയിൽ പ്രതിഷേധിച്ച് ആലപ്പുഴ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ധർണ ഉദ്ഘാടനം ചെയ്തു. കൺസ്ട്രക്ഷൻ ആൻഡ് ജനറൽ മസ്ദൂർ സംഘ് BMSന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കേരള ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ 38ാമത് സംസ്ഥാന സമ്മേളനം നടന്നു. മുൻ കൃഷി വകുപ്പ് മന്ത്രി മുല്ലക്കര രത്നാകരൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സംസ്കാരം സ്നേഹത്തിന്റെ അടയാളപ്പെടുത്തലും ജീവിത മുന്നേറ്റത്തിനുള്ള പ്രേരണയുമാകണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സ്വാഗത സംഘം ചെയർമാൻ TJ ആഞ്ചലോസ് ചടങ്ങിൽ അധ്യക്ഷനായി. ലെൻസ്ഫെഡിന്റെ 14ാമത് ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ നവംബർ 23-ന് കുട്ടനാട് മങ്കൊമ്പ് കൃഷ്ണപിള്ള സാംസ്കാരിക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കുറുവ സംഘത്തിലെ പ്രധാനി സന്തോഷ് സെൽവത്തെ സാഹസികമായി പിടികൂടി നാടിന്റെ ഭീതി അകറ്റിയ പോലീസ് സംഘത്തിന് മണ്ണഞ്ചേരിയുടെ ഹൃദയാഭിവാദ്യം. PP ചിത്തരഞ്ജൻ MLAയുടെ നേതൃത്വത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അഭിനന്ദനം അർപ്പിച്ചത്. പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ 38 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച മൂടാമ്പാടി ക്ഷേത്രം റോഡിന്റെയും 42 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന ചേതന ലാബ് ബ്ലാക്കുടി ലൈൻ റോഡിന്റെയും നിർമ്മാണ ഉദ്ഘാടനം H സലാം MLA നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.